വയനാട്ടിൽ വൻ ലഹരിവേട്ട. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA-യുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശി TK ലാസിം, മണ്ണാർക്കാട് സ്വദേശി ഹാഫിസ് എന്നിവരെയാണ് മീനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന 348 ഗ്രാം MDMA-യാണ് പിടിച്ചെടുത്തത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. സുർജിത്ത്, എവിടെ നിന്നാണ് ഇവർ ഈ ലഹരി കൊണ്ടുവന്നത്? മൊത്തം കച്ചവടക്കാരാണ് ഇവർ? 3 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA-യുമായാണ് കണ്ണൂർ, പാലക്കാട് സ്വദേശികളായ യുവാക്കളെയും സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന ശൃംഖലയിലെ മുഖ്യകണ്ണിയെയും മീനങ്ങാടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. 348 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. തലശ്ശേരി സോമ മനസ്സിലിൽ TK ലാസിം എന്ന 26-കാരൻ, അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ണാർക്കാട് പാട്ടക്കുണ്ടിൽ വീട്ടിൽ ഹാഫിസ് 24 വയസ്സുള്ള ആളാണ്. ഇവരെയാണ് പിടികൂടിയത്. ഒപ്പം തന്നെ സംസ്ഥാനത്തേക്കുള്ള ലഹരി കടത്തിലെ മുഖ്യ കണ്ണിയായ കണ്ണൂർ ആനയിടക്ക് സ്വദേശിയായിട്ടുള്ള വാവു എന്ന തബ്ഷീറിനെയും മീനങ്ങാടി ഇൻസ്പെക്ടർ PJ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിട്ടുണ്ട്. 2023 നവംബറിൽ ഇദ്ദേഹം 18 ഗ്രാം MDMA-യുമായി മലപ്പുറം സ്വദേശി പിടിയിലായ കേസിന്റെ തുടരന്വേഷണത്തിലാണ് ഇയാൾക്ക് ലഹരി നൽകിയതിന്റെ പ്രധാന കണ്ണിയാണ് തബ്ഷീർ എന്ന് മനസ്സിലായത്. ഇതേ തുടർന്ന് കർണാടകയിൽ നിന്നുമാണ് ഇവർ സ്ഥിരമായി ലഹരി എത്തിച്ചിരുന്നത് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സുർജിത്താണ് 10 ലക്ഷം രൂപയുടെ വലിയ MDMA വേട്ടയുടെ വാർത്ത പങ്കുവച്ചത്.